ഹായ് ഓൾ ഓഫ് യു. വീണ്ടും നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇത് ലെസൺ 24, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് പാർട്ട്ണർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ അല്ലേ, അത് കഴിഞ്ഞപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ബേസ് കാര്യങ്ങൾ പഠിച്ചു, അഡ്മിഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഇനി അടുത്ത, അതായത് പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊരു വ്യക്തി വരുന്നു, ഒരാൾ ബിസിനസ്സിൽ നിന്ന് പോകുന്നു, ഒരാൾ ബിസിനസ്സിൽ മരിക്കുന്നു, ദാറ്റ് മീൻസ് പാർട്ട്ണർഷിപ്പിൽ മരിക്കുന്നു. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേം കമ്പനി മുഴുവനായിട്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടേംസ് ആണ് വരിക. അപ്പോൾ ഇതൊക്കെ ഓരോ ചാപ്റ്റർ വൈസ് പോകാന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വൈസ് ആയതുകൊണ്ട് ഒരുവിധം പ്രോബ്ലംസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. പിന്നെ 2-3 അതിലധികം ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാറ്റേണിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ചില പോയിന്റുകൾ ചിലപ്പോൾ നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നതില്ല. ചില പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിലോ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ അവസാനമൊക്കെ ആയിരിക്കാം പറയുന്നുണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യണം, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ആ ഒരു മാത്സിന്റെ, ദാറ്റ് മീൻസ് ആ ഒരു അക്കൗണ്ടിങ് ടേമിലേക്ക് നിങ്ങൾ അത് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ്, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം റിട്ടയർമെന്റ് എന്താണെന്ന് നോക്കണം. ഇനി പൊതുവെ അറിയാലോ, അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയതായിട്ട് ഒരു വ്യക്തി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് ഒരു വ്യക്തി വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയൊരു വ്യക്തി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അതല്ലാതെ അദ്ദേഹം എക്സ്ട്രാ ഈ ക്യാപിറ്റൽ അല്ലാതെ ഒരു സ്പെസിഫിക് എമൗണ്ട് കൊണ്ടുവരുന്നു, ഇറ്റ് ഇസ് ടൈംഡ് ഗുഡ് വിൽ അല്ലെ. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഏത് രീതിയിൽ അത് ഷെയർ ചെയ്യുന്നു, അവിടെ നമ്മൾ എന്തുകൊണ്ട് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരെ റിസർവ്, അതുപോലെ തന്നെ പ്രോഫിറ്റ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഗുഡ് വിൽ ബുക്ക് മീൻസ് അവരുടെ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ഉള്ള ബാലൻസ് ഷീറ്റിൽ അവർ ഗുഡ് വിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഈ സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരിക. ചെറിയൊരു വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു ബിസിനസ്സിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. മറ്റേത് ഒരാൾ വരുന്നു, ഇത് ഒരാൾ പോകുന്നു. അക്കൗണ്ടിങ് ടേംസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ റിട്ടയർമെന്റ്, meaning calculation of new profit sharing ratio and gaining ratio. So here, when one or more partners leave the firm and the remaining partners continue to do the business of the firm, it is known as partnership. It is termed as retirement. അല്ലെ, അതായത് when one or more partners, ഒന്നോ അതിലധികമോ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുക, ബിസിനസ്സിൽ നിന്ന് ലീവ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക. ഇങ്ങനത്തെ ഒരു ടേമാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്, എന്താ പറയുക, സിറ്റുവേഷൻ ആണ് ഇത് പാർട്ട്ണർഷിപ്പിൽ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡ്യൂ ടു റിട്ടയർമെന്റ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് കംസ് ടു ആൻ എൻഡ്. അതായത് ഡ്യൂ ടു റിട്ടയർമെന്റ്, അതായത് റിട്ടയർമെന്റിന്റെ സമയത്ത് എന്താണ്, ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് എന്താവും, ഇറ്റ് വിൽ ബി എൻഡ്, അത് അവസാനിക്കും. ദെൻ ന്യൂ വിൽ ബി സ്റ്റാർട്ടഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ഫോം എ ന്യൂ എഗ്രിമെന്റ് ആൻഡ് ദ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ന്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അല്ലെ, അതായത് പിന്നീടുള്ള ആൾക്കാർ ഇത് വായിക്കുന്ന സമയത്ത് ലൈറ്റ് അടിച്ചിട്ട്, അതാണ് ഞാൻ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് വായിക്കുന്ന സമയത്തിൽ പ്രശ്നം. ഓക്കെ, റിമൈനിങ് പാർട്ട്നേഴ്സ് ഫോം എ ന്യൂ എഗ്രിമെന്റ്, അതായത് പുതിയ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, എഗ്രിമെന്റ്, പുതിയ ഒരു എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഏത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെ. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, എന്താണ് അതിൽ പറയുന്ന, അതായത് ആളുകളുടെ പേരുകൾ എന്താണ്, ഓരോരുത്തരും ഇറക്കിയിരിക്കുന്ന ക്യാപിറ്റൽ എത്രയാണ്, ഇവരുടെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എത്ര രൂപയ്ക്ക് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആ പാർട്ട്ണർഷിപ്പ് ഡീഡ് പുതിയതായിട്ടുണ്ടാക്കും. കാര്യം എന്തുകൊണ്ടാണ്, ഓൾറെഡി ഉള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീട് എന്താണ് സംഭവിക്കുക, ഇല്ല, കുറച്ച് ആൾക്കാർ പോകുന്നു, പിന്നീട് ബാക്കിയുള്ള ആൾക്കാർ ഒരു പുതിയ ഫേം എന്നുള്ള രീതിയിലാണ് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, ആൻഡ് ദ പാർട്ണർഷിപ്പ് ഫേം ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ന്യൂ ടേംസ് ആൻഡ് കണ്ടീഷൻ. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്ലെയിം ഈസ് സെറ്റിൽഡ്. ഒന്ന് ശ്രദ്ധിക്കണം, റിട്ടയർമെന്റ് ടൈം, അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ദർ ഇസ് എ ക്ലെയിം. അതായത് ആ ഒരു ഓൾറെഡി പോകുന്ന ഒരു പാർട്ട്ണർക്ക് എന്ത് ചെയ്യുന്നതിന് വരും, അദ്ദേഹത്തിന്റെ ക്ലെയിം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രയാണോ ആ എമൗണ്ട്, ക്ലെയിം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ആണ്. ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഒരു തുക ഉണ്ടാവുമല്ലോ, ആ തുക കൊടുക്കണം. ആ തുകയെ നമ്മൾ ക്ലെയിം എന്നല്ലേ പറയുക. ക്ലെയിം ഈസ് സെറ്റിൽഡ്, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് സെറ്റിൽ ചെയ്യണം.